ഏറ്റവും പുതിയ i20യുടെ ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ആ ഒരു ക്ലസ്റ്ററിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ രണ്ടും ഒന്നിച്ചൊരു അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ന്യൂജൻ വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ന്യൂജൻ പ്രീമിയം വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ, ആ ഒരു AC വിൻഡിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കി ഈ ഒരറ്റം മുതൽ ഈ ഒരറ്റം വരുന്ന രീതിയിൽ ഒറ്റ ലൈനായിട്ട് പോകുന്നൊരു ഡിസൈൻ പാറ്റേൺ ആണ് AC വിൻഡിന് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് കൺട്രോൾ ആണെങ്കിൽ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ഡിസൈൻ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെ ആയി മാറിയിട്ടുണ്ട് നമ്മുടെ ഹ്യൂണ്ടായിൻ്റെ ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന i20 എന്ന വാഹനം. ഏറ്റവും പുതിയ വാഹനമായിട്ടുള്ള i20 2022 മോഡലിൽ നിൽക്കുന്ന വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാനുള്ളത്. ഇന്ത്യൻ്റെ അതേപോലെ തന്നെ എക്സ്റ്റീരിയർ വെൽ ക്യൂട്ട് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള വാഹനം. പഴയ i20 ലൈറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വാഹനം ഒന്നും കൂടി ചെറുതായി എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട്. മാത്രമല്ല ന്യൂജൻ വാഹനങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ പാറ്റേണും ആ ഒരു ഗ്രില്ലിൻ്റെ പാറ്റേണൊക്കെ മൊത്തത്തിൽ ന്യൂജൻ വാഹനങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ് i20യുടെ ഏറ്റവും വലിയ പ്രത്യേകത. 2022 മോഡലിൽ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ സ്പോർട്സ് എന്ന വേരിൽ നിൽക്കുന്ന 28,000 കിലോമീറ്റർ ഓടിയിലൊക്കെ 25 കൊല്ലം പുനലൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. സ്പോർട്സ് എന്ന വേരിൻ്റെ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. 4-door പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള എയർ ബാഗും ABS-ഉം കാര്യങ്ങളും എല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം. ഏറ്റവും എനിക്ക് ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ, ആ ഒരു ഗ്രില്ലിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പാറ്റേണാണ് കൊടുത്തുള്ളത്. മാത്രമല്ല ബോണറ്റിൻ്റെ ആ ഒരു കർവും കട്ടിങ്ങും എല്ലാം ഒരു യൂണീക്ക്നെസ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു പാറ്റേൺ ഡിസൈൻ പോയിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് ആ പഴയ എലൈറ്റ് i20 കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു ന്യൂ മോഡൽ വാഹനം വന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 7,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് ഒരു 6.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഇനി ഹ്യൂണ്ടായി വേണ്ട മാരുതി മതി എന്ന് പറയുന്ന ഒരു കിഡിലൻ ലിമിറ്റഡ് എഡിഷൻ ഒരു പ്രോഡക്റ്റ് കൂടി നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതും 2017 മോഡലിൽ നിൽക്കുന്ന മാരുതിയുടെ ബലേനോ. വെറും ബലേനോ, RS എഡിഷനിൽ നിൽക്കുന്ന ബലേനോ. RS എഡിഷനിൽ ബലേനോ വളരെ കുറഞ്ഞ വാഹനങ്ങൾ മാത്രമേ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലിമിറ്റഡ് എഡിഷനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഇത് വാഹനമായത്. അതുകൊണ്ട് തന്നെ പലരും അറിയപ്പെടാതെ പോയിട്ടുള്ള ഒരു വാഹനമാണ് RS എഡിഷനിൽ നിൽക്കുന്ന വാഹനങ്ങൾ. RS എഡിഷൻ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എഞ്ചിൽ ടർബോ എഞ്ചിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. പെർഫോമൻസിന് യാതൊരു കുറവുണ്ടല്ല. മറ്റുള്ള ബലേനായിട്ട് ഒരിക്കലും ഈ ഒരു വാഹനം കമ്പയർ ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്ന വാഹനം ടർബോ എഞ്ചിൽ നിൽക്കുന്ന ഈ ഒരു ബലേനോ എന്ന വാഹനം, പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന വാഹനം. അൽഫ എന്ന വേരിയന്റിൽ നിന്ന് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ഗ്രിൽ പാറ്റേൺ തന്നെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പഴയ ബലേനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ഗ്രില്ലിലെ കമ്പനി ഇങ്ങനെ ഈ രീതിയിലാണ് ഡിസൈനിലാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ആ ഒരു ഡിസൈനിൽ തന്നെ മൊത്തത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. KL11 കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. അൽഫ എന്ന വേരിയന്റിൽ നിന്ന് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. പ്രൊജക്ട് ഹെഡ്ലാമ്പ് വന്നിട്ടുണ്ട്, ഫോഗ് ലാംപ്സ് വന്നിട്ടുണ്ട്, അലോയ് വീൽസ് വന്നിട്ടുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, സ്പോയിലർ തുടങ്ങിയിട്ടുള്ള A to Z ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന ഒരു കിടിലൻ ഐറ്റം വാഹനം. ആൾമോസ്റ്റ് ഒരു 70-80% ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. ഓൾമോസ്റ്റ് നമുക്കൊരു മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 13 to 15 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജും പ്രതീക്ഷിക്കാവുന്ന ടർബോൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു കിടിലൻ വാഹനം. റെഡ് ബ്യൂട്ടിയിലും കൂടി നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. വാഹനത്തിൻ്റെ പ്രൈസിംഗ് വരുന്നത് 6,15,000 രൂപ. ഓൾമോസ്റ്റ് 5,50 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. സീറ്റോർ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഭാഗത്ത് ആഡ് ഓൺ ചെയ്ത് ഞാൻ പറയാൻ വിട്ടുപോയി. സീറ്റോർ കാര്യങ്ങളെല്ലാം നല്ല കിടിലൻ സീറ്റോർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ബലേനോ പെർഫോമൻസ് പോരാ എന്ന് പറയുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെ ഈ ടർബോ എഞ്ചിനിൽ നിൽക്കുന്ന 2017 മോഡലിൽ നിൽക്കുന്ന RS ലിമിറ്റഡ് എഡിഷനിൽ നിൽക്കുന്ന ഈ ബലേനോ എന്ന വാഹനം. അപ്പോൾ 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന RS എഡിഷനിൽ നിൽക്കുന്ന ബലേനോ എന്ന വാഹനം, 2017 മോഡലിൽ നിൽക്കുന്ന വാഹനം, 2022 മോഡലിൽ നിൽക്കുന്ന ഹ്യൂണ്ടായിൻ്റെ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന i20 സ്പോർട്സ് വേരിയന്റിൽ നിൽക്കുന്ന വാഹനം. 2 വാഹനത്തിന് കൂടുതൽ ഡീറ്റെയിൽസും മറ്റ് ബുക്കിങ്ങിനും ആവശ്യങ്ങൾക്ക് വേണ്ടി കോൺടാക്ട് ചെയ്യുക നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യുക.